ഗൈസ്, കഴിഞ്ഞ കുറച്ച് നാൾ കൊണ്ട് നെറ്റ്ഫ്ലിക്സിൽ നിന്നും അത്യാവശ്യം നല്ല കുറേ ആനിമി അഡാപ്റ്റേഷൻ സീരീസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ വൺ പീസ് അത് എൻ്റെ ഫേവറേറ്റ് ആണ്. അതിൻ്റെ ആനിമി മൊത്തം ഞാൻ ക്യാച്ചപ്പ് ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സീരീസിൻ്റെ കഥ മൊത്തം അറിഞ്ഞിട്ട് പോലും എനിക്ക് ഭയങ്കര അധികം എൻജോയ് ചെയ്താണ് ഞാനത് കണ്ടത്. അങ്ങനെ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ അത്യാവശ്യം എക്സ്പെക്റ്റ് ചെയ്തിരുന്ന മറ്റൊരു സീരീസ് കൂടി ഉണ്ടായിരുന്നു. സോ ആ ഒരു സീരീസ് ഇപ്പോൾ ഒഫീഷ്യലി റിലീസായിരിക്കുകയാണ്. റിലീസായിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചത്തോളം ആവാറായെന്ന് തോന്നുന്നു. സോ എനിക്ക് ഇപ്പോഴാണ് അതിനൊരു വീഡിയോ ചെയ്യാൻ ടൈം കിട്ടിയെന്ന് മാത്രം. സോ അപ്പോൾ ആ ഒരു സീരീസിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. സോ അപ്പോൾ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ദിസ് ഇസ് മീ യുവർ ബ്രദർ ആദി ആൻഡ് ടുഡേ വി ആർ ടോക്ക് അബൌട്ട് അവതാർ ദ ലാസ്റ്റ് എയർബെൻഡർ. ഈ ഒരു സീരീസിൻ്റെ ഒരു വൺ ലൈൻ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വേൾഡ്, ആ ഒരു വേൾഡിൽ മൊത്തം 4 നേഷൻസ് ആണ് ഉള്ളത്. വാട്ടർ, ഫയർ, എർത്ത്, എയർ എന്ന 4 എലമെന്റ്സിനെ ഓരോ നേഷൻസും റെപ്രസെൻറ്റ് ചെയ്യും. അവിടെയുള്ള ജനങ്ങളിൽ ചിലർക്കൊക്കെ ഈ പറയുന്ന എലമെന്റ്സിനെ കൺട്രോൾ ചെയ്യാനായി സാധിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ പറയുന്ന 4 നേഷൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഇവർക്കിടയിൽ ഒരു സമാധാനം കൊണ്ടുവരാനും വേണ്ടി അവതാർ എന്ന് പറയുന്ന ഒരു മാൻഡിൽ കൂടിയുണ്ട്. ഈ ഒരു മാൻഡിലിൽ വരുന്നവർക്ക് 4 എലമെന്റ്സിനെ കൺട്രോൾ ചെയ്യാനും സാധിക്കും. തുടർന്ന് ഓരോ അവതാർ മരിക്കുമ്പോഴും അടുത്ത ആൾ റീഇൻകാർണേറ്റായി ഈ ഒരു മാൻഡിൽ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഓരോ അവതാറിന് ശേഷം അടുത്ത അവതാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതൊരു സൈക്കിൾ പോലെ പൊക്കൊണ്ടിരിക്കും. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു അവതാർ ഇപ്പോൾ ജനിക്കുന്നത് ഫയർ നേഷൻ ആണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ കാലശേഷം ചിലപ്പം എർത്തിലോ വാട്ടറിലോ ഒക്കെ ആയിരിക്കും ജനിക്കുക. ആൻഡ് ഇതിനൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ എനിക്കറിയില്ല എന്ന് മാത്രം. സോ ആ ഒരു ഓർഡർ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റിലൂടെ അറിയിക്കുക. സോ അങ്ങനെ ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ എയർ നേഷനിൽ ജീവിക്കുന്ന ആങ് എന്ന് പറയുന്ന ഒരു 12 വയസ്സുള്ള ഒരു പയ്യനാണ് ഇപ്പോഴത്തെ അവതാർ എന്ന് പറയുന്നത്. ആ ടൈമിൽ ഫയർ നേഷൻസിലുള്ളവർ വേൾഡ് കോൺകർ ചെയ്യാൻ വേണ്ടി ഒരു വാർ തുടങ്ങി വെക്കുകയാണ്. സോ ഒരു വാർ അവസാനിപ്പിക്കേണ്ടത് ഈ പറഞ്ഞ അവതാറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്നാൽ അതിനെ കഴിയാതെ പോകുന്ന ഈ ഒരു പയ്യൻ ഒരു ഫ്രോസണിൽ അകപ്പെട്ടു പോവുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞു പോവുകയും അവൻ ഒരു ഫ്രോസണിൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു. തുടർന്ന് 100 വർഷത്തിന് ശേഷം എങ്ങനെയോ ചില്ലറുടെ സഹായത്തോടു കൂടി അവൻ തിരിച്ച് വരികയും ചെയ്യുന്നു. എന്നാൽ തിരിച്ച് വന്നതിന് ശേഷമാണ് അവൻ അറിയുന്നത് അവൻ്റെ ക്ലാനും ആ ക്ലാനിലുള്ള മറ്റുള്ള എയർബെൻഡേഴ്സും എല്ലാം മരണപ്പെട്ടു എന്ന്. അങ്ങനെ അവൻ അവൻ്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും ചെയ്യാൻ പറ്റാതെ, അവൻ്റെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ലൂസറായ അവതാറായി മാറുകയാണ്. എന്നാൽ തൻ്റെ വീടും നേഷനും ഒക്കെ നശിപ്പിച്ച ഫയർ നേഷന്റെ വാർ അവസാനിപ്പിക്കാൻ തൻ്റെ അവതാർ എന്ന ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ ഇനിയെങ്കിലും പാലിക്കാനും വേണ്ടി അവതാറായ ദ ലാസ്റ്റ് എയർബെൻഡറായ ആങ് എന്ന് പറയുന്ന ഒരു പയ്യനും അവന്റെ ഫ്രണ്ട്സിനും നടത്തുന്ന ജേർണിയിൽ സംഭവിക്കുന്ന സംഭവപരമായ കഥയാണ് ഈ അവതാർ ദ ലാസ്റ്റ് എയർബെൻഡർ എന്ന് പറയുന്ന സീരീസിലൂടെ നമുക്ക് കാണാനായി സാധിക്കുന്നത്. സോ നമുക്ക് ഇതിലൊരു ആനിമി അഡാപ്റ്റേഷൻ എന്ന് പറയാൻ സാധിക്കില്ല. ഇതൊരു അമേരിക്കൻ ആനിമേഷൻ ആണ്. സോ ഇതൊരു ജാപ്പനീസ് കോമിക്സോ നോവലോ ഏതാണ്ടായിരുന്നു. 3 ബുക്കായിരുന്നു അതിനുണ്ടായിരുന്നത്. അതിനെ അമേരിക്കൻ കമ്പനി അഡാപ്റ്റ് ചെയ്തിട്ട് അവർ അതിൻ്റെ ഒരു സീരീസ് ഇറക്കുകയായിരുന്നു. ആൻഡ് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് അവരുടെ ലൈവ് ആക്ഷൻ സീരീസ് ഇറക്കിയിട്ടുള്ളത്. സോ ഇതിൻ്റെ ഒരു എന്താ പറയുക, ആനിമേറ്റഡ് സീരീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം 3 സീസണാണ്. ഓരോ ബുക്കുകളെ ബേസ് ചെയ്താണ് ഓരോ സീസണിൽ അവർ ഇറക്കിയിട്ടുള്ളത്. ആൻഡ് ആ സെയിം രീതിയിൽ തന്നെയാണ് അവർ ലൈവ് ആക്ഷൻ സീരീസിലോട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 സീസണുകളായിട്ടാണ് ഇറക്കുന്നതെന്നാണ് ഇപ്പോൾ കിട്ടിയ ഒരു വിവരവും കാര്യങ്ങളൊക്കെ. ആൻഡ് അവർ ആ ഒരു ഫസ്റ്റ് സീസണിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ലൈവ് ആക്ഷനും അവർ ചെയ്തിട്ടുള്ളത്. ഐ മീൻ ആനിമേറ്റഡ് സീരീസിന്റെ ഫസ്റ്റ് സീസണുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ലൈവ് ആക്ഷനിലെ ഫസ്റ്റ് സീസണിലും ഉള്ളത്. സോ ഞാൻ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ ആനിമി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫസ്റ്റ് സീസണിൽ മൊത്തം 20 എപ്പിസോഡാണുള്ളത്. സെക്കൻഡ് സീസണിലും ഓൾസോ 20 എപ്പിസോഡാണ്. 3ാമത്തെ സീസൺ വരുമ്പോൾ 21 എപ്പിസോഡാണുള്ളത്. ഞാനിപ്പോൾ ഇതിന്റെ ലൈവ് ആക്ഷൻ സീരീസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സീസണിൽ മൊത്തം 8 എപ്പിസോഡാണുള്ളത്. 8 എപ്പിസോഡ് ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ടാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. 9 ലെവൽ വിഷ്വൽസ് ഒക്കെ ഉണ്ട്. ആൻഡ് അതുപോലെ എടുത്തു പറയേണ്ട സാധനം എന്ന് പറയുന്നത് അതിന്റെ വിഷ്വൽസ് തന്നെയാണ്. കാരണം അവർക്ക് കൊടുത്തിരിക്കുന്ന പൈസയിൽ നിന്ന് അതിൽ നിന്നും മുക്കാൻ നിൽക്കാതെ അത് കംപ്ലീറ്റ് ആയിട്ട് അവർ ആ ഒരു സീരീസിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഒരു സീരീസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും. കാരണം അതിന്റെ ഒരു CG ആണെങ്കിലും VFX ആണെങ്കിലും ഒക്കെ സാധനമാണ്. അതിൻ്റെ അകത്ത് കാണിക്കുന്ന ഒരു സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ CG വർക്കുകൾ തന്നെയാണ്. അത് കാണുമ്പോൾ നമുക്ക് ഒരിക്കലും തോന്നില്ല ഓക്കെ ഇതൊരു CG വർക്കാണ് എന്ന്. നമുക്കൊരിക്കലും നമുക്ക് അറിയാമെങ്കിൽ തന്നെയും നമുക്കതൊരു ഫീൽ ചെയ്യിക്കാത്ത രീതിയിൽ അത് മൊത്തത്തിലൊരു ബ്ലെൻഡ് ചെയ്തിട്ടാണ് അവരത് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ അതിന് സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഇപ്പം എന്താ പറയുക, ആ ക്യാരക്ടേഴ്സ് ഇപ്പം അവരുടെ എലമെന്റൽ പവേഴ്സ്, ഇപ്പം ഉദാഹരണത്തിന് ഒരു ഫയർ ബെൻഡർ ആണെന്നുണ്ടെങ്കിൽ പുള്ളി ഫയർ പവർ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഫ്ലെയിംസിന്റെ സൗണ്ട് എഫക്ട് നമുക്കത് പക്കയായിട്ട് കേൾക്കാൻ സാധിക്കും. അതിന്റെ സൗണ്ട് എഫക്ട്സും ആയിക്കോട്ടെ. ആൻഡ് ആ വിഷ്വൽസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അവർ ആ ഒരു സാധനങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോഴും എലമെന്റ്സുകൾ ഉപയോഗിക്കുന്നത് ഫൈറ്റ് ചെയ്യുമ്പോഴും എല്ലാം നമുക്ക് വിഷ്വലി നമുക്കത് ഫീൽ ചെയ്യും. ആൻഡ് അത്രയ്ക്ക് രസകരമായിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു മേക്കിംഗ് കണ്ടിരിക്കാൻ വേണ്ടി പോലും നമുക്ക് ഒരു സീരീസ് കാണുന്ന രീതിയിലാണ് അവരത് മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് സ്റ്റോറി ലൈൻ ആണെങ്കിലും അത്യാവശ്യം നല്ല സീരീസ് മോഡിലാണ് പോകുന്നത്. അതിൻ്റെ ആനിമേഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫണ്ണി ആയിട്ടും എന്താ പറയുക, ഒരുപാട് കുട്ടികളെ കേന്ദ്രീകരിച്ചാണെങ്കിൽ തന്നെ ഇവിടെയും കുട്ടികളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ തന്നെ അത് കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടെ കാണാൻ രസകരമായിട്ടുള്ള രീതിയിലാണ് അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം സ്റ്റോറിയൊക്കെ പറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ആ കഥ പറഞ്ഞു പോകുന്ന പാറ്റേൺ ഒക്കെ അത്യാവശ്യം നല്ല സീരിയസ് ആയിട്ട് തന്നെയാണ് അവർ പോകുന്നത്.
പോകുന്നത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ അകത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ എന്ന് പറയുന്നത്. സൗണ്ട് എഫക്ട്സ് അല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അമേസിങ്. കാരണം ഭയങ്കര രസമാണ് കേട്ടിരിക്കാൻ. പല ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ അടിച്ചു കയറുമ്പോൾ കിട്ടുന്ന കുറേ ഗൂസ് ബം സീനുകളൊക്കെ ഉണ്ട് ആൻഡ് ഇമോഷണൽ സീൻസ് ഉണ്ട്. അതൊക്കെ പക്കയായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്ന ടൈപ്പുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ. ഇത് ആരാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തതെന്ന് ഞാൻ നോക്കിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റിലൂടെ അറിയിക്കുക. നമ്മുടെ വൺ പീസിൻ്റെ ലൈവ് ആക്ഷൻ സീരീസിൻ്റെ റിവ്യൂ ചെയ്തപ്പോൾ ഒരു ബ്രോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിച്ചറിൻ്റെ സെയിം മ്യൂസിക് കമ്പോസർ തന്നെയാണ് ഇതും കമ്പോസ് ചെയ്തെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആരാണെന്ന് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ ഇതുവരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ മറക്കാത്ത കമന്റിലൂടെ അറിയിക്കുക. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീരീസിനെ കുറിച്ച് പറയാൻ വേണ്ടി ശരിക്കും കരുതി വെച്ചിരുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു കറക്റ്റ് റിവ്യൂ എന്നൊന്നും പറയാൻ എനിക്ക് സാധ്യത. കാരണം ഞാൻ ഇതിൻ്റെ ഒരു ലൈവ് ആക്ഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇതിൻ്റെ ആനിമേറ്റഡ് സീരീസും കൂടെ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്ന് കണ്ടു കഴിയുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത്യാവശ്യം ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫാണ് ഇപ്പോൾ. ആൻഡ് അതിലെപ്പോഴാണോ കണ്ടു തീർക്കുന്നത് അന്നേരം ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാരണം ഒരുപാട് വീഡിയോസുകൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്തിട്ടും നടക്കാതെ പോയിട്ടുണ്ട്. ശ്രമിക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ആൻഡ് അന്ന് പറഞ്ഞിട്ടുള്ള പല വീഡിയോസ് ഇപ്പോൾ ചെയ്യാനായിട്ട് പ്ലാനിങ് ഉണ്ട്. പക്ഷേ നമ്മളൊരു സീരീസ് എക്സ്പ്ലനേഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറച്ച് ബിസി ആയിട്ട് കിടക്കുന്ന കാരണമാണ് അതൊന്നും ചെയ്യാതെ പറ്റാതെ ഇങ്ങനെ പോയത്. ആൻഡ് അതെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആൻഡ് നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. സോ നിങ്ങൾക്ക് ഒരു സീരീസ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിലൂടെ അറിയിക്കുക. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. സോ ഇതിലും നല്ലൊരു എപ്പിസോഡോടെ കാണാതെ പ്രതീക്ഷയോടെ ദിസ് ഇസ് മീ യുവർ ബ്രദർ ആദി സൈൻ ഔട്ട് വിത്ത് AK Spoke മലയാളം.